അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, ലോകരക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവനെ മുത്തഖീങ്ങളായിക്കൊണ്ട് കണ്ടുമുട്ടുവാനുള്ള മഹാ തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറയപ്പെടുന്ന ഒരു ചരിത്രശകലം ആമുഖമായിക്കൊണ്ട് ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അല്പം സുദീർഘമായിട്ടുള്ള ഒരു ചരിത്രത്തിൽ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ യാത്രക്കിടെ ബസറയിലെത്തിപ്പെടുകയാണ്. അങ്ങനെ അവിടെയുള്ള ഒരു വലിയ പള്ളിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നു. ആ പള്ളിയിൽ നിറയെ ആളുകളുണ്ട്. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത് അതല്ല, മറിച്ച് ആ ബസറയിലെ വലിയ പള്ളിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളൊന്നും തന്നെ അവിടെയുള്ള ദുഹ്ർ ജമാഅത്ത് കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നില്ല. അവർ വീണ്ടും പ്രാർത്ഥനയിലും അതുപോലെ തന്നെ നമസ്കാരത്തിലും തുടരുകയാണ്. അസ്ർ ജമാഅത്തും കഴിഞ്ഞ് ഓരോ വക്ത് കഴിഞ്ഞിട്ടും ആളുകൾ പിരിഞ്ഞു പോകുന്നില്ല. ഇത് കണ്ട് മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് ആശ്ചര്യപ്പെടുകയും അവിടെയുള്ള ഒരു മനുഷ്യനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് ആളുകൾ പള്ളിയിൽ ഇങ്ങനെ തടിച്ചു കൂടുവാനുള്ള കാരണം എന്താണ്? ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഇന്ന് ബസറയിൽ വറ്റാത്ത ഒരു നദികളുമില്ല. ഇന്ന് ബസറയിലുള്ള സകലമാന കിണറുകളും വറ്റിയിട്ടുണ്ട്. ആളുകൾ ഒരു തുള്ളി വെള്ളത്തിനായിട്ട് കേണുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ബസറയിൽ സംജാതമായിട്ടുള്ളത്. ഇത് കേട്ട മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അവരോടൊപ്പം ആ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും നമസ്കാരത്തിലുമെല്ലാം ഒപ്പം കൂടുകയാണ്. അങ്ങനെ ഓരോ വക്തും കഴിഞ്ഞു, രാത്രിയായി. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് ഒരു യാത്രികനായതുകൊണ്ട് തന്നെ അന്ന് അദ്ദേഹം ആ പള്ളിയിലാണ് തമ്പടിക്കുന്നത്. അങ്ങനെ ആളുകൾ അവസാനത്തെ പ്രാർത്ഥനയും നമസ്കാരവും എല്ലാം കഴിഞ്ഞ് തങ്ങളുടെ വീടുകളിലേക്ക് പിരിഞ്ഞുപോയി. അന്നും അവർ പ്രതീക്ഷിച്ചതുപോലെ മഴയൊന്നും ലഭിച്ചതില്ല. അതിരൂക്ഷമായ വരൾച്ച ബസറയെ ഒന്നാകെ ഉണക്കിക്കളഞ്ഞിരുന്നു. അവിടെയുള്ള സകലമാന സസ്യജാലങ്ങളെയും അത് ബാധിച്ചിരുന്നു. അങ്ങനെ പ്രയാസത്തിൽ കഴിയുന്ന ആ ഒരു വേളയിൽ അവരത്രമാനം പ്രാർത്ഥിച്ചിട്ടും അവർക്ക് അതിനുള്ള ഉത്തരം പെട്ടെന്ന് ലഭിച്ചിട്ടില്ല. അങ്ങനെ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹം പള്ളിയുടെ ഒരു ഓരത്ത് അദ്ദേഹം കിടക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ഇരുളിൻ്റെ മറവിൽ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ചരിത്രത്തിൽ അദ്ദേഹത്തെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കുറുകിയ നീളം കുറഞ്ഞിട്ടുള്ള ചപ്പിയ മൂക്കുള്ള ഉന്തിയ വയറുള്ള കറുത്ത നിറമുള്ള അഥവാ അല്പം വിരൂപിയായിട്ടുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പള്ളിയുടെ ഒരു മൂലക്ക് പോയിട്ട് 2 റക്അത്ത് നമസ്കരിക്കണം. അദ്ദേഹം ആദ്യം തന്നെ വന്നിട്ട് പള്ളിയുടെ നാനാഭാഗം നോക്കുന്നുണ്ട്, ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാം. ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അദ്ദേഹം 2 റക്അത്ത് നമസ്കരിക്കുന്നു. എന്നാൽ ഇതെല്ലാം പള്ളിയുടെ ഒരു വശത്ത് നിന്നിട്ട് മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിന് ശേഷം ഇരു കൈകളും വാനലോകത്തേക്ക് ഉയർത്തുന്നു. ആത്മാർത്ഥമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൻ്റെ ദാസന്മാർക്ക് മഴയ്ക്ക് വേണ്ടിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ചരിത്രം വായിക്കുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ ഇരു കൈകളും താഴുന്നതിന് മുമ്പേ ബസറയുടെ മേലാപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാർമേഘങ്ങൾ അയക്കുന്നു. ബസറയെ ഒന്നാകെ നനക്കുന്ന വിധത്തിൽ ഒരു വലിയ മഴ അവിടെ ഒന്നാകെ വർഷിക്കുന്നു. ആ മനുഷ്യൻ വീണ്ടും തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോയെന്നറിയാൻ ചുറ്റുഭാഗം നോക്കി. ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പതിയെ ആ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹം ആ ഇരുളിൻ്റെ മറവിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് എഴുന്നേറ്റുകൊണ്ട് ആ മനുഷ്യനെ പിന്തുടരുന്നുണ്ട്. കാരണം ആ ബസറയിലെ ആ വലിയ പള്ളിയിൽ തടിച്ചുകൂടിയിട്ടുള്ള മുഴുവൻ ജനങ്ങളും പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത ഒരു ഉത്തരം ഇത്തരത്തിലുള്ളൊരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് കേവലം നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയാണ്. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് മനുഷ്യൻ തുടരുന്നു. അങ്ങനെ ബസറയിലൂടെ അദ്ദേഹം ആ ഇരുളിൻ്റെ മറവിൽ ആ മനുഷ്യൻ ചെന്നെത്തിയ ഇടത്ത്
ഒരു അടയാളം വെച്ചുകൊണ്ട് തിരിച്ചു നടന്നു. പിറ്റേ ദിവസം അദ്ദേഹം സുബഹി ജമാഅത്തിന് ശേഷം ആ പുലരിയുടെ ആ പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ബസറയുടെ ഊടുവഴികളിലൂടെയും തെരുവീതികളിലൂടെയും ഇന്നലെ അടയാളം വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാലിക് ദീനാർ റഹിമഹുല്ലാഹ് നടന്നകുന്നു. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് മനസ്സിലായത് ഇന്നലെ രാത്രി അദ്ദേഹം അടയാളം വെച്ച് പോന്നിട്ടുള്ള ആ സ്ഥലം എന്നുള്ളത് അതൊരു വലിയ അടിമകളെ വിൽക്കുന്ന അടിമ കച്ചവട കേന്ദ്രമാണ്. ആ മനുഷ്യനെ മാലിക് ദീനാർ റഹിമഹുല്ലാഹ് മോചിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അങ്ങനെ അവിടെയുള്ള ആളോട് തനിക്കൊരു അടിമയെ വേണം എന്നാവശ്യപ്പെടുന്നു. അങ്ങനെ കൂട്ടത്തിൽ മല്ലന്മാരായിട്ടുള്ള അത്യാവശ്യം തൊഴിലിനും പണിക്കെല്ലാം പറ്റിയിട്ടുള്ള ഓരോ അടിമകളെ മാറ്റി മാറ്റി കാണിച്ചു കൊടുത്തു. മാലിക് ദീനാർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടത് ഇതല്ല. അങ്ങനെ അവർ അവസാനം പറഞ്ഞ് ഇവിടെയുള്ള അടിമകളെല്ലാം താങ്കൾക്ക് കാണിച്ചു തന്നു, ഇനി ഇവിടെ ജോലി എടുക്കാൻ പ്രാപ്തിയുള്ള മറ്റടിമകളൊന്നും ഇല്ല. വളരെ നിരാശനായി നിൽക്കെ മാലിക് ദീനാർ റഹിമഹുല്ലാഹ് തനിക്ക് മുമ്പിലുള്ള ആ കൂരയെ ചൂണ്ടിയിട്ട് ചോദിച്ചു, ആ കൂരയിൽ, ആ ചെറിയ മുറിയിൽ ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ വളരെ പുച്ഛഭാവത്തോടു കൂടി പറയുന്നുണ്ട്, അതിലുണ്ട്, പക്ഷേ അത് വിൽക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തൊഴിലെടുക്കാൻ, ഒരു ജോലി എടുപ്പിക്കാൻ മാത്രം ഉതകുന്ന കായിക ശേഷിയൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. മാലിക് ദീനാർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എനിക്ക് അയാളെ കാണണം. പതിയെ ആ കൂരയിൽ നിന്നും ഇന്നലെ കണ്ട അതേ മനുഷ്യൻ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ മാലിക് ദീനാർ റഹിമഹുല്ലാഹ്ക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദവും സന്തോഷവും പിടികിട്ടുകയാണ്. പതിയെ മനുഷ്യൻ കടന്നു വന്നു. മാലിക് ദീനാർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എനിക്ക് താങ്കൾക്ക് എത്ര ദീനാറോ ദിർഹമോ ഞാൻ താങ്കൾക്ക് തരാൻ, എനിക്ക് ആ അടിമയാണ്. ആ മനുഷ്യൻ പറഞ്ഞ്, എനിക്കെന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള തുക മതി, താങ്കൾ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ചരിത്രത്തിൽ ആ മനുഷ്യനെ ആ കുറുകിയ വിരൂപിയായിട്ടുള്ള ആ അടിമയും ഏന്തിക്കൊണ്ട് മാലിക് ദീനാർ റഹിമഹുല്ലാഹ് നടന്നകലുന്നുണ്ട്. ആ സമയത്ത് ആ അടിമ കുറച്ച് കഴിഞ്ഞ സമയത്ത് തല താഴ്ത്തി നടക്കുന്ന മനുഷ്യൻ പതിയെ മാലിക് ദീനാർ റഹിമഹുല്ലാഹയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് തല ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അവിടെ എത്രയോ ജോലിക്കെല്ലാം ഉതകുന്ന വളരെ കായിക പ്രാപ്തിയുള്ള എത്രയോ അടിമകളുണ്ട്. പൊതുവെ അടിമകൾ വാങ്ങുക അതിനാണല്ലോ. താങ്കൾ എന്തിനാണ് ലിമസ്തറൈതനി യാ സയ്യിദി, എന്തിനാണ് താങ്കൾ എന്നെ വാങ്ങിച്ചിട്ടുള്ളത്? അത് കേട്ട സമയത്ത് മാലിക് ദീനാർ റഹിമഹുല്ലാഹ് ഇന്നലെ രാത്രി നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ ആ മനുഷ്യന് വിവരിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യന്റെ മുഖഭാവം മാറി. ആ മനുഷ്യൻ പറഞ്ഞു, ഒരുപക്ഷെ താങ്കൾക്ക് തെറ്റുപറ്റിയതായിരിക്കാം. ആ മനുഷ്യൻ ഞാനാണെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? മാലിക് ദീനാർ റഹിമഹുല്ലാഹ് ആണയിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇന്നലെ ഞാൻ കണ്ടിട്ടുള്ള അതേ വ്യക്തി തന്നെയാണ് താങ്കൾ. അധികം വൈകാതെ ആ മനുഷ്യൻ സുജൂദിലേക്കായിട്ട് വീഴുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, യാ സാഹിബസ് സിർരി ഇന്ന സിർറ ഖദ് ളഹറ വലാ ഉതിഖു ഹയാതൻ ബഅദ മുസ്തഹറ. അല്ലയോ രഹസ്യങ്ങൾ അറിയുന്ന നാഥ, എൻ്റെ രഹസ്യം ഇതാ ഇവിടെ വെച്ചിട്ട് വെളിവായിരിക്കുകയാണ്. ഞാനും തൻ്റെ റബ്ബുമായിട്ടുള്ള അഗാധമായിട്ടുള്ള ആ രഹസ്യബന്ധം ഇവിടെ മറ്റൊരാൾ കൂടി അറിഞ്ഞിരിക്കുകയാണ്. വലാ ഉതിഖു ഹയാതൻ ബഅദ മുസ്തഹറ. ഈ രഹസ്യങ്ങളെല്ലാം വെളിവായ സ്ഥിതിക്ക് എനിക്കിനിയും ഇതുപോലെ ഈ ഭൂമിയിൽ കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗം വായിക്കുമ്പോൾ ആ മനുഷ്യൻ പിന്നീട് ഒരിക്കലും ആ സുജൂദിൽ നിന്നും എഴുന്നേറ്റിട്ടില്ലെന്നും അവിടെ വെച്ച് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു എന്നുള്ളതുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചരിത്രശകലം നമുക്ക് നൽകുന്ന പാഠം ഏറെ വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റുബ്ബ അശ്അത അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. എത്ര മനുഷ്യരാണ് റുബ്ബ അശ്അത, അവരുടെ മുടി ജട കുത്തിയിട്ടുണ്ട്. റുബ്ബ അശ്അത അഗ്ബറ, ശരീരമാസകലം പൊടിപുരണ്ടിട്ടുണ്ട്. മദ്ഫൂഇൻ ബിൽ അബ്വാബ്, ഒരു നേരത്തെ ഭക്ഷണ പൊതിക്കായിട്ട് അവർ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് വാതിലുകൾ മുട്ടുന്ന ആളുകളാണ്. അഥവാ സമൂഹത്തിൽ ആരാലും പരിഗണിക്കപ്പെടാത്ത, ഒരു വിലയും നിലയുമില്ലാത്ത, ഒരു നേരത്തെ പശിയടക്കാൻ വകുപ്പില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുണ്ട്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അവരെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യത്തെ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ, ലഅബറഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും. മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ലഅബറഹു ലികറമിഹി ഇൻദല്ലാഹി അസ്സ വജൽ.
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള സ്ഥാനമാനങ്ങൾ കൊണ്ടാണ് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിറവേറ്റി കൊടുക്കുന്നത്. അവരെന്ത് പ്രാർത്ഥിച്ചാലും കൊടുക്കും. ചരിത്രത്തിൽ ഒരുപാട് സഹാബാക്കളുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഈ ഹദീസിനെ ചേർത്ത് വെക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ മുൻഗാമികൾ കടന്നു പോയിട്ടുണ്ട്. ഉവൈസുൽ ഖർനി നമ്മുടെ മുമ്പ് സൂചിപ്പിച്ചു. അദ്ദേഹമെല്ലാം ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അഥവാ പറഞ്ഞു വരുന്നത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് എന്നിട്ട് വിശദീകരിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ആരാലും വില കൽപ്പിക്കപ്പെടാത്ത, സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാത്ത ഈ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ ഇത്രമാത്രം വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള കാരണം? അവിടെയാണ് നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മസ്ഥാനം ഉൾക്കൊള്ളുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അൽ മീസാനു തഖ്വല്ലാഹി അസ്സ വജൽ കമാ ഖാല അല്ലാഹു അസ്സ വജൽ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. കാരണം അവർ ഈ ലോകത്താരെ കാണിച്ചിട്ടില്ല എങ്കിലും, ആരാലും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിലും, തൻ്റെ റബ്ബുമായിട്ട് തൻ്റെ റബ്ബ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അവൻ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ റബ്ബിന് വേണ്ടിക്കൊണ്ട് അവർ ധന്യമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തഖ്വയാണ് അവർക്ക് അത്ര വലിയ സ്ഥാനം തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ നേടിക്കൊടുത്തിട്ടുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത്, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനം കൈക്കൊള്ളുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ധർമ്മനിഷ്ഠ അഥവാ തഖ്വ കൈ വെച്ചു പുലർത്തുന്നവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്രമാത്രം സ്ഥാനമാനങ്ങൾ ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തഖ്വ എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്രമേൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ ഏതേത് മേഖലയിലാവട്ടെ, നമ്മളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിനാൽ അത്രമേൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരു നേരത്തെ ഭക്ഷണപ്പൊതിക്കായിട്ടും ആളുകളുടെ മുന്നിൽ നമ്മൾ കൈനീട്ടിയിട്ടില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, അള്ളാഹു നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ പലപ്പോഴും നമുക്കാവതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അത് നമുക്ക് ചെയ്യുവാൻ പലപ്പോഴും നമ്മളെ മനസ്സ് അതിന് സമ്മതിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, തഖ്വ എന്നുള്ളത് ഏറ്റവും ചുരുക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുള്ള ഹറാമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കലും തന്നെയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, എന്താണ് തഖ്വ? വമത് തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സമയത്ത് ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് അദ്ദേഹം തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നത്. ഒരുപാട് മുള്ളുള്ള വഴികളിലൂടെ താങ്കൾ നടന്നു പോവുകയാണ് എങ്കിൽ താങ്കൾ എങ്ങനെയായിരിക്കും നടക്കുക? അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിക്കുന്നത്. ആ മനുഷ്യൻ പറയുന്നുണ്ട്, വളരെ സൂക്ഷിച്ചുകൊണ്ട്, ഓരോ കാലും എടുത്തു വെച്ചുകൊണ്ട്, ഒരു മുള്ളിലും സ്പർശിക്കാതെ അതിസൂക്ഷ്മമായിക്കൊണ്ട് ഞാൻ ആ വഴിയിലൂടെ നടക്കും. തഖ്വ, അതാണ് തഖ്വ. ഈ ദുനിയാവിൽ നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരുപാട് ഹറാമുകൾ ഉണ്ടാവും. ജീവിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുള്ള വഴി തന്നെയാണ് ഈ സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ അങ്ങ് ഒരുക്കി വെച്ചിട്ടുള്ളതല്ല സ്വർഗം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് പണിപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടന്നു നീങ്ങുന്ന വഴികളിൽ ഹറാം എന്ന് ഒരുപാട് മുള്ളുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ തട്ടാതെ, അതിൽ സ്പർശിക്കാതെ, എടുത്തു വെച്ചുകൊണ്ട്, അതിസൂക്ഷ്മമായിക്കൊണ്ട്, ഓരോ കാലടികളും വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ സാധിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് തഖ്വ എന്നുള്ളത്. ആരാരും കണ്ടിട്ടില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഒരു നിയമമാണ് എങ്കിൽ ആ റബ്ബ് തന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ആ മുള്ളിൽ നിന്നും എടുത്തു വെക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ആളുകൾ നമ്മുടെ മുത്തഖി എന്നെല്ലാം വിളിക്കും. എന്നാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അത്രമേൽ ഭയപ്പെട്ടിരുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ആളുകളൊന്നും കണ്ടിട്ടില്ലായിരിക്കാം. അവർ നമസ്കരിക്കുന്നത് ആളുകൾ അറിഞ്ഞിട്ടില്ലായിരിക്കാം. ആളുകൾ അവരെ പരസ്പരം നോക്കുന്നത് പോലുമില്ല, പരിഗണനയുടെ ഒരു നോട്ടം പോലും അവരുടെ മേൽ സ്പർശിക്കുന്നില്ല. പക്ഷേ അവർ താനും തൻ്റെ റബ്ബും തനിച്ചാകുന്ന വേളയിൽ ആത്മാർത്ഥമായിക്കൊണ്ട് റബ്ബ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു എന്നുള്ളതാണ് തഖ്വയുടെ താരിഫായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ള, അത്യാവശ്യം വിശാലമായിക്കൊണ്ട് അതിനെ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ, ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ആരാലും കണ്ടിട്ടില്ല എങ്കിലും സമീആയിട്ടുള്ള ബസീറായിട്ടുള്ള അലീമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഓരോ കാര്യങ്ങളും നോക്കുന്നുണ്ടെന്നുള്ളതും നമ്മുടെ ഹൃദയത്തിൻ്റെ കട്ടുനോട്ടം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്നത് ബോധത്തോടു കൂടി, എന്ന ഭയത്തോടു കൂടി, എന്ന ഭയപ്പാടോടുകൂടി ജീവിക്കൽ തന്നെയാണ് തഖ്വയുടെ അടിസ്ഥാനം എന്നുള്ളത് തുടരുന്നുണ്ട്. വൽ അമലു ബിത്തൻസീൽ. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നിട്ടുള്ള, നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ ഖുർആനിനെ ഹൃദയം കൊണ്ട് വായിച്ചെടുക്കുവാനും അതിൽ പറഞ്ഞിട്ടുള്ള കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് തഖ്വ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ള ഓരോ കൽപ്പനാ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമുക്ക് കൊണ്ടു നടക്കുവാൻ സാധിക്കുന്നുണ്ട്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. നിങ്ങൾക്ക് കച്ചവടം ഹലാലാക്കി തന്നിട്ടുണ്ട്, എന്നാൽ പലിശ എന്നുള്ളത് നിങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ പലപ്പോഴും ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ ചെറിയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും അത്തരത്തിലുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തഖ്വയെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായിട്ട് നൽകുവാൻ പറഞ്ഞിട്ടുള്ള സക്കാത്ത് അത് കണക്ക് കൂട്ടി കൊടുക്കുവാൻ നമുക്ക് മടിയാണെങ്കിൽ ആ തഖ്വ നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കാണരുതെന്ന് പറഞ്ഞിട്ടുള്ളത്, ഹറാമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഇന്നും നമ്മൾ അതിലെല്ലാം മുഴുകിക്കൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ ആ തഖ്വയെ കൈക്കൊള്ളുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വൽ ഖനാഅതു ബിൽ ഖലീൽ. മൂന്നാമതായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്, തഖ്വയുള്ള ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അദ്ദേഹത്തിന് നൽകിയത് എന്താണോ അതിൽ തൃപ്തനായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കും. ആ ഒരു മനസ്ഥിതി നമുക്കില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് തഖ്വ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ദുനിയാവിൻ്റെ ഒരുപാട് സുഖ സൗകര്യങ്ങളല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധന എടുക്കാൻ നിദാനമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചയച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എന്താണോ അതിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് എത്ര കുറച്ചാണെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാനും ഈ ലോകത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തഖ്വ കൈക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാലാമതായിക്കൊണ്ട് വല്ലിസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഒരു ദിവസം ഈ ദുനിയാവിലെ സകലമാന സമ്പാദ്യവും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ കൂട്ടുകാരെയും ബന്ധുമിത്രാദികളെയും വിട്ടുകൊണ്ട് നമ്മളൊന്നുമില്ലാതെ ഈ ദുനിയാവിൽ നിന്നും വിട പറയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി കൊണ്ടുള്ള തയ്യാറെടുക്കലാണ് തഖ്വ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലൂടെ കൈകളിട്ടിട്ട് പ്രവാചകൻ പറഞ്ഞില്ലേ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. ഈ ദുനിയാവിൽ നീ ഒരു വഴിയാത്രികനെ പോലെ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ നീ പെരുമാറുക, നീ കഴിച്ചുകൂട്ടുക. അതിനുശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓരോ പ്രഭാതം വരുമ്പോഴും ഞാൻ പിന്നീട് പ്രദോഷത്തെ ഞാൻ പ്രതീക്ഷിക്കാറില്ല. ഓരോ വൈകുന്നേരം എന്നിലേക്ക് കടന്നു വരുമ്പോഴും പിറ്റേന്ന് ഒരു പുലരിയുണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ഏത് ദിവസവും ഏത് നിമിഷവും ഈ ദുനിയാവിൽ നിന്ന് നീ പോകേണ്ടവനാണ് എന്നുള്ളൊരു ബോധ്യം അവരിതെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏത് നിമിഷമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളി വരുന്നത്, നമ്മുടെ അജൽ എന്നാണോ വന്നെത്തുന്നത്, അന്ന് ഈ ദുനിയാവിൽ നിന്ന് പോകുവാൻ വേണ്ടി ഓരോ നിമിഷത്തെയും ധന്യമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പരലോകത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് തഖ്വ. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് മനസ്സിലാക്കാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തഖ്വയെ കൈമുതലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത്തരക്കാർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള വിലയുണ്ടാവുക എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ ആളുകൾ നമ്മുടെ പള്ളിയിൽ കാണുന്നുണ്ട്, നന്മയിലെല്ലാം നമ്മൾ മുന്നിലാണ്, നാട്ടിലൊരു പരിപാടിക്ക് നമ്മൾ സജീവമാണ്, അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ നമ്മളെ മുത്തഖീ എന്നൊക്കെ വിളിക്കുന്നുണ്ടാവും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത്തഖ്വാ ഹാഹുന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സുദറിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, അത്തഖ്വാ ഹാഹുന. തഖ്വ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ കാട്ടിക്കൂട്ടലിലോ നമ്മുടെ വസ്ത്രത്തിൻ്റെ വലുപ്പത്തിലോ നമ്മുടെ തലപ്പാവിൻ്റെ ഭംഗിയിലോ ഒന്നുമല്ല തഖ്വ എന്നുള്ളത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ എങ്ങനെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ഒരു ബന്ധം, ആത്മാർത്ഥമായി കൊണ്ട് ആ റബ്ബിനെ ഭയപ്പെടുവാനുള്ള ഒരു മനസ്സ്, അതാണ് തഖ്വ എന്നുള്ളത്.
പ്രിയപ്പെട്ടവരെ, ആ തഖ്വയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുക എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് സൂചിപ്പിച്ച ഒരു ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ കൂട്ടിയിരിക്കുന്ന ഒരു വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ പരലോകത്ത് ഒരുപാട് നന്മകളുമായിട്ട്, വലിയ തിഹാമാ പർവ്വതം കണക്ക് നന്മകളുമായിട്ട് ആളുകൾ കടന്നു വരും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവർ ചെയ്തിട്ടുള്ള നന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളികളാക്കി പാറ്റിക്കളയും. അഥവാ ഈ ദുനിയാവിൽ അവർ കഷ്ടപ്പെട്ടുകൊണ്ട് നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, നന്മകളിൽ അവർ മുന്നേറിയിട്ടുണ്ട്. അത്തരത്തിൽ തിഹാമാ പർവ്വതങ്ങൾ കണക്ക് നന്മകളുമായിട്ടാണ് അവർ പരലോകത്തേക്ക് കടന്നു വരിക. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാക്കി തീർക്കും. അത് കേൾക്കുന്ന സമയത്ത് സൗബാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, അവരാരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, അതിൽ പെട്ടുപോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, സ്വഹാബ, അവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ആ ഹദീസിന്റെ ലഫ്സിൽ കാണുവാൻ സാധിക്കും, നിങ്ങൾ രാത്രി നമസ്കരിക്കുന്നത് പോലെ അവരും രാത്രി നിന്ന് നമസ്കരിക്കുന്നവരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം നമ്മെ കാണുന്ന വേളയിൽ, റബ്ബുമായി ഒറ്റപ്പെടുന്ന വേളയിൽ അവർ ഹറാമുകൾ പ്രവർത്തിച്ചിരുന്നു. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടാതെ ആളുകൾക്ക് മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടിരുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്ഫലമാക്കി കളയുമെന്ന് പറയുമ്പോൾ വളരെയധികം ഗൗരവത്തിൽ നമ്മളെല്ലാം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. പലപ്പോഴും ആളുകളുടെ മുന്നിൽ നമ്മൾ നല്ലവരാണ്, ആളുകൾക്ക് നമ്മളെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. പക്ഷേ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മളും നമ്മുടെ റബ്ബും മാത്രമാകുന്ന വേളയിൽ, ഒറ്റക്കാകുന്ന വേളയിൽ, ആ സമയത്ത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എത്രമാത്രം സൂക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ കർമ്മമാണ് സ്വീകരിക്കുക. അതുകൊണ്ട് തഖ്വ എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ തഖ്വയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിക്കൊണ്ട് മനസ്സറിഞ്ഞ് ചെയ്യുന്നതാവണം. അത്തരത്തിലുള്ള കർമ്മങ്ങൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തഖ്വയെ കൈമുതലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്ന വേളയിൽ അല്ലാഹുവിന് വേണ്ടിയിട്ട് ആരാധനകൾ ചെയ്യുവാൻ, തനിച്ചിരിക്കുന്ന വേളയിൽ അള്ളാഹുവിനെ ഓർക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർത്തൊന്ന് കണ്ണു നനയുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞിട്ടുള്ള കണ്ണുകൾ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്നുള്ളതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും തന്റെ റബ്ബും തനിച്ചാകുന്ന വേളയിൽ ഹറാമുകൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല അരുതെന്ന് പറഞ്ഞിട്ടുള്ള അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ഒരുപക്ഷെ ആളുകളുടെ പ്രശംസ ലഭിച്ചേക്കാം, പക്ഷേ പരലോകത്ത് അവരുടെ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിഗണന അവരുടെ മേലുണ്ടാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദുനിയാവിൽ ഒരു അണയുടെ വില പോലും ഇല്ല എങ്കിലും, ഈ ദുനിയാവിൽ ആരാലും നമ്മെ പരിഗണിക്കുന്നില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിഗണിച്ചാൽ മതി. ആ റബ്ബിന്റെ മുന്നിൽ നമുക്ക് വിലയുണ്ടായാൽ മതി. ആരാലും കളിയാക്കപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാനുള്ള ഊർജമായിക്കൊണ്ട് ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി ആ റബ്ബിനെ സൂക്ഷിക്കുവാനും ആ റബ്ബിനെ ഭയപ്പെടുവാനും ഒറ്റക്കാവുന്ന വേളയിലും ആ റബ്ബിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ വേളയിൽ പറയുന്നുണ്ട്, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. അല്ലേ, യാത്രാ വിഭവങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിഭവങ്ങൾ വേണമല്ലോ. അത്തരത്തിൽ ഹജ്ജിന്റെ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. യാത്രാ പാതയങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നമ്മുടെ വാഹനമല്ല, മറിച്ച് ഏറ്റവും അഭിവാജ്യമായിട്ടുള്ളത് തഖ്വയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള സൂക്ഷ്മതയാണ്, അല്ലാഹുവിനെ തൊട്ടുള്ള ഭയപ്പാടാണ്. അതാണ് നിങ്ങൾ ആദ്യം ഒരുക്കേണ്ടത് ഒരു യാത്രക്ക്. വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ, അല്ലയോ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ ലാഭം മാത്രം കൊയ്യുവാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സൽക്കർമ്മമാണ് തഖ്വ എന്നുള്ളത്, ഒരു ഗുണവിശേഷമാണ് തഖ്വ എന്നുള്ളത്. അതുകൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കുന്ന ആളുകൾ
റബ്ബിനെ സൂക്ഷിക്കും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലയോ ചിന്തിച്ചു മനസ്സിലാക്കുന്ന ബുദ്ധിമാന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു കൊള്ളുക. ദുനിയാവിൻ്റെ കേവലം നിസാരമായിട്ടുള്ള നശ്വരമായിട്ടുള്ള ആസ്വാദനങ്ങൾക്ക് പിറകെ അതിന് പിറകെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനശ്വരമായിട്ടുള്ള സ്വർഗം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഹജ്ജിന്റെ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നമ്മളങ്ങനെ എടുക്കുക. നമ്മുടെ ജീവിതം എന്നുള്ളത് ഒരു യാത്രയാണ്, ഒരു കൊച്ചു യാത്ര. ഒരു അവധി കഴിഞ്ഞെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിയാൾ നമ്മുടെ മുമ്പിൽ എന്നെത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്നും നമ്മൾ വീണ്ടും സുദീർഘമായിട്ടുള്ള ഒരു യാത്രയിലേക്ക് നമ്മൾ തിരിക്കും. അന്ന് നമുക്ക് പാതേയമായിട്ടുള്ളത്, അന്ന് നമ്മുടെ യാത്രക്ക് കൂട്ടിനായിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ മാത്രമാണ്. ആ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള പാതയം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുക, ആ തഖ്വ തന്നെയാണ്. അതുകൊണ്ട് കേവലം മിമ്പറും എന്ന് പറയുന്ന എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഊസിക്കും ബിത്തഖ്വല്ലാഹ് എന്താണെന്ന് അതിൻ്റെ പൊരുളറിഞ്ഞുകൊണ്ട് അത് ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഖുതുബയുടെ വേളയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബാക്കളെ ഉണർത്തുവാനുള്ള കാര്യം അതാണ്. കാരണം ആ തഖ്വ എങ്ങാനും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം എന്നുള്ളത് വളരെ അപകടകരമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ഓരോ ഖുതുബയുടെ വേളയിലും അവിടുത്തെ സഹാബാക്കളെ അതുകൊണ്ട് തന്നെ വസിയത്ത് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ പൊരുളറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ നമുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ, അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, മുത്തഖീങ്ങളായിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ എല്ലാ മനുഷ്യർക്കും വന്നെത്തുന്നത് പോലെ ഒരുപക്ഷെ നമുക്കും വന്നെത്താം. പക്ഷേ ഏതേത് പ്രതിസന്ധിയിലും ഏതേത് പരീക്ഷണ ഘട്ടത്തിലും നമുക്ക് മുമ്പിൽ ഒരു വാതിലില്ലെന്ന് തോന്നുന്ന പ്രയാസഘട്ടങ്ങളിൽ നമ്മൾ ചെന്നുപെടുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ ഒരു തുറവി, ഒരു വാതിൽ നമുക്ക് തുറന്നു തരും എന്നുള്ളതാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഈ ദുനിയാവിൽ അവൻ എവിടെയും കുടുങ്ങിപ്പോകുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ എളുപ്പമാക്കി തരും എന്നുള്ളത് മുത്തഖീങ്ങൾക്കാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിലും നമുക്ക് ലാഭകരമായിട്ടുള്ള കച്ചവടം തന്നെയാണ് തഖ്വ എന്നുള്ളത്. മാത്രമല്ല ഈ ദുനിയാവിൽ നിന്നും ആ തഖ്വ കൈമുതലാക്കിക്കൊണ്ട് നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. അന്ന് പരലോകത്തേക്ക് കടന്നു വരിക ഓരോ മനുഷ്യനും ഒറ്റക്കൊറ്റക്കായിട്ടാണ്. ചെരുപ്പ് ധരിക്കാതെ, വസ്ത്രമില്ലാതെ, ചേലാകർമ്മം ചെയ്യാതെ ആ ഖബറിൽ നിന്നും ഓരോ ആളുകൾ എഴുന്നേറ്റ് വരും. ആളുകളെല്ലാം പരസ്പരം നോക്കുന്ന സമയമല്ലത്, മറിച്ച് സ്വന്തം കാര്യത്തിൽ മാത്രം ഭയപ്പാടോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിയാളത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ആ നരകത്തിന്റെ കൺമുന്നിലേക്ക് കാണുമ്പോൾ ഭയന്ന് വിറച്ചുകൊണ്ട് സ്വന്തം കാര്യത്തിൽ മാത്രം ഒതുങ്ങി ചിന്തിക്കുന്ന ഒരു വേളയാണ്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. അങ്ങനെ ഒറ്റക്കൊറ്റക്കായി കടന്നു വരുന്ന വേളയാണ് യൗമുൽ ഖിയാമ എന്നുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ സൂറത്തിൽ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള കാര്യം, യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ. ഏറ്റവും നല്ല അതിഥികൾ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളെ സ്വീകരിക്കുന്ന ദിവസമാണത്. അതുകൊണ്ട് തഖ്വ എന്നുള്ളത് ഈ ലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും അല്ലാഹു കൂടെയുണ്ടെന്ന് അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ എവിടെയും കുടുങ്ങൂല എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിലും അതുപോലെ തന്നെ പരലോകത്തും ഒരുപോലെ നമുക്ക് എളുപ്പം പ്രദാനം ചെയ്യുന്ന, നമുക്ക് തുറവി പ്രദാനം ചെയ്യുന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനാ കർമ്മങ്ങളുടെ മജ്ജയായിക്കൊണ്ട്, അതിൻ്റെ അടിസ്ഥാനമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം തഖ്വ തന്നെയാണ്. കാരണം ഓരോ ആരാധനാ കർമ്മവും നമ്മിൽ നിന്ന് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ തഖ്വയിൽ ഊന്നിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രമായിക്കൊണ്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അത്തരത്തിൽ ജീവിച്ചു മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം എന്നുള്ളത് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു കണ്ണും കാണാത്ത, ഒരു ഹൃദയത്താലും ചിത്രീകരിക്കുവാൻ പോലും കഴിയാത്ത അത്ര നയന മനോഹരമായിട്ടുള്ള സ്വർഗം എന്നുള്ളത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ചിലതെല്ലാം വേണ്ടെന്ന് വെച്ച ആളുകൾക്കാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പലയിടങ്ങളിലൂടെ പറഞ്ഞത്, ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. സ്വർഗം എന്നുള്ളത് ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ്.
അതുകൊണ്ട് സ്വർഗമാണ് നമ്മൾ ലക്ഷ്യം കാണുന്നതെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണ് നമ്മൾ ലക്ഷ്യം കാണുന്നതെങ്കിൽ, ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ സഹായമാണ് നമ്മൾ ലക്ഷ്യം കാണുന്നതെങ്കിൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തഖ്വയെ ഉൾപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആരും കാണുമ്പോൾ ചെയ്യുന്നതല്ല ആരാധനാകർമ്മങ്ങൾ, അതിനല്ല തഖ്വ എന്ന് പറയുക. ആര് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ആത്മാർത്ഥമായി കൊണ്ട് ആ റബ്ബിനെ ഭയപ്പെടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു വേള അജലെത്തുമ്പോൾ ഈ ദുനിയാവിൽ നിന്നും പോകേണ്ടി വരുമല്ലോ എന്ന ഭയത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ആ ഖുർആനിൽ അധിഷ്ഠിതമായി കൊണ്ട് ആ ദിവസത്തിന് ഒരുങ്ങിക്കൊണ്ട് അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, അതുതന്നെയാണ് തഖ്വ. അത്തരത്തിലുള്ള ആളുകൾക്കാണ് സ്വർഗം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വലിയ ഗുണവിശേഷത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനും അത്തരത്തിലുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധ ഇബാദത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള മഹാ തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി സഹായിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.